ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാതെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം. 400 രോഗികൾക്ക് 4 സുരക്ഷാ ജീവനക്കാർ മാത്രമാണുള്ളത്. ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമവും ചാടിപ്പോകുന്നതും നിത്യസംഭവമാവുകയാണ്. കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടും പരിഹാരമില്ല. മയക്കുമരുന്ന് അടിമകളും കൊലക്കേസ് പ്രതികളും അടക്കം കേന്ദ്രത്തിലുണ്ടായിട്ടും സുരക്ഷാ വീഴ്ചയെന്ന് സെക്യൂരിറ്റി ജീവനക്കാർ. സുരക്ഷാ ജീവനക്കാർ സ്ഥാപനത്തിലില്ലാത്തൊരു വലിയ പ്രയാസമാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇവിടെ 4 സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഉള്ളത്. അത്ര വലിയ ആശുപത്രിയിൽ ഏകദേശം 400ൻ്റെ അടുത്ത് ആവറേജ് ഇൻപേഷ്യൻ്റ് ഉള്ള ഒരു സ്ഥാപനമാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം. നമുക്കറിയാം, ആരോഗ്യ പ്രവർത്തകരുടെ നേരെ നിരവധിയായിട്ടുള്ള ഇത്തരം അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഇനിയും ഇവരെ സുരക്ഷാ ജീവനക്കാരില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മരണത്തിലൊക്കെ വരെ കലാശിച്ചേക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു എത്തിച്ചേരലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു പ്രയാസം കൂടെ ഈ ഒരവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശദാംശങ്ങളുമായി സരീഷ് ചേരുന്നുണ്ട്. സരീഷ്, ഇതിപ്പോൾ 400 രോഗികൾക്ക് 4 സുരക്ഷാ ജീവനക്കാരെന്നുള്ളത് ഏത് മാനസികാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളവും അത് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. അത് ഒട്ടും പോരാ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നിട്ടും ഈ കാര്യത്തിൽ പല ആവർത്തി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അടക്കം ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഒരു നടപടി ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? നിലവിൽ ഈ DMO ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഏതാണ്ട് പരീക്ഷ നടത്തിയിട്ടുണ്ട്, 100 പേരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അവരാരും തന്നെ ഈ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു വിശദീകരണമാണ് DMO ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. പക്ഷേ നമ്മൾ ഈ ഏജൻസിയുമായി ഒപ്പം തന്നെ വിവിധ ബോർഡുകളുമായി സംസാരിക്കുമ്പോൾ, ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് റിട്ടയറായ പട്ടാളക്കാരെയാണ് ഇവിടെ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. അങ്ങനെ അവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ജീവന് സുരക്ഷയില്ലാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കൂടുതലായി എത്താത്തത് എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് 400ഓളം ഇൻപേഷ്യൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് സ്ഥിരമായി അവിടെ കഴിയുന്ന ആളുകൾ 400-ലേറെയാണ്. അതോടൊപ്പം തന്നെ OPയിൽ എത്തുന്നത് ദൈനംദിനം 300-ലേറെ രോഗികൾ അല്ലെങ്കിൽ അന്തേവാസികൾ അവിടെ എത്താറുണ്ട്. അപ്പോൾ ഇത്രത്തോളം ആളുകൾ അവിടെ നിൽക്കുമ്പോഴാണ് ഈ 4 ജീവനക്കാർ മാത്രമുള്ളത്. അതിൽ ഒരാൾ അവധിയായിരിക്കും, 3 ജീവനക്കാർ മാത്രമാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഡ്യൂട്ടി വേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ രോഗികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ മാനസിക പ്രശ്നമുള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് ഈ വയലൻ്റ് ആവുന്ന ഈ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള മാരകമായ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഉപയോഗിക്കുന്നവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊലക്കേസ് പ്രതികളെ ഉൾപ്പെടെയുള്ളവരെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായാൽ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഭയക്കേണ്ടുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അല്ലെങ്കിൽ ഏതാണ്ട് അവിടെ ഒരു കേസ്, അതായത് ദൃശ്യ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ വിനീഷിനെ ഇവിടെ കൊണ്ടുവരികയും അവിടെ നിന്നും അദ്ദേഹം ചാടിപ്പോയി 3 മാസത്തിന് ശേഷമാണ് കണ്ടെത്താൻ സാധിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഒരു രോഗി വയലൻ്റ് ആവുകയും നഴ്സിന് പരിക്കേൽക്കുകയും ചെയ്ത, നഴ്സിനെ ആക്രമിക്കുകയും തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ തുടർച്ചയായി അക്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി ഇവർ പരാതി നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ആരോഗ്യ വകുപ്പിൻ്റെയോ DMOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലും ഇതുമായി ബന്ധപ്പെട്ട് DMOയ്ക്ക് ജീവനക്കാർ പരാതി നൽകിയതാണ്. ഏതാണ്ട് 250ഓളം ജീവനക്കാർ മാത്രം അവിടെയുണ്ട്. വാർഡന്മാരെയും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരെയും മതിയായ സുരക്ഷയ്ക്ക് നിയോഗിക്കണം എന്ന് പലതവണ അവർ ആവശ്യപ്പെട്ടതാണ്. ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ ആശുപത്രിയിൽ അന്ന് വലിയ സുരക്ഷ വേണം എന്നൊരു നിർദ്ദേശം വരികയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടലുണ്ടാവുകയും 20 സെക്യൂരിറ്റി ജീവനക്കാരെ അന്ന് നിയമിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിന് പിന്നാലെ പലരും കൊഴിഞ്ഞു പോവുകയും മറ്റു ജോലികൾ തേടി പോവുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് ആരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആരെയും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഒരുപക്ഷേ ജീവനക്കാർ തന്നെ ഭയപ്പെടുന്നത് അങ്ങനെയാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ ഈ മാനസികാസ്വാസ്ഥ്യമുള്ളവർ ആക്രമിക്കുകയും ഒരു മരണം പോലും സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ഭയപ്പാടെയാണ് അവരെല്ലാം തന്നെ ഈ ജീവനക്കാരെല്ലാം തന്നെ ഇവിടെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഇടപെടൽ വേണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. സരീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത് ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. 400 മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് അവരുടെ സുരക്ഷ ഒരുക്കാനും ഒക്കെ വേണ്ടിയിട്ട് 4 സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് അവിടെ ഉള്ളത് എന്ന വിവരമാണ് സരീഷ് ഇപ്പം നൽകിയത്.